ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കയുടെ റെസിപ്പിയാണ് കേട്ടോ. വെറും ചക്കയല്ല, ചക്കയും ബീഫും റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയുള്ള റെസിപ്പിയാണ്. വേഗം റെസിപ്പിയിലോട്ട് പോവാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 500 ഗ്രാം ബീഫാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഓരോ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇത് മല്ലിപ്പൊടിയാണ്, അത് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ കറിക്ക് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകം പൊടിച്ചതാണ്. അതിട്ട് കൊടുത്ത ശേഷം അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കൂടെ കൈ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കണം. മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഇത് നമ്മുടെ ഗരം മസാലയല്ല, നമ്മുടെ മല്ലിച്ചപ്പ് പുതിനയാണ് കേട്ടോ. ഇത് തക്കാളിയാണ്, 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വലിയ ഉള്ളിയാണ്. അത് അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളിയാണ് കേട്ടോ. അതിട്ട് കൊടുത്തു. ഇത് അതുപോലെ മിക്സ് ചെയ്യുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ബീഫാണ്, കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് ഞാനിത് വേവിച്ചെടുക്കുന്നത് കുക്കറിലല്ല കേട്ടോ, വിറകടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. വിറകടുപ്പത്ത് മൺചട്ടിയിൽ ബീഫ് ഉണ്ടാക്കിയാൽ വേറെ ടേസ്റ്റാണ്. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ചു, മൂടി വെച്ചതിന് ശേഷം തീ കത്തിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു 3/4 വേവൊക്കെ ആവുന്ന സമയത്താണ് നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കുന്നത്. ചക്ക എന്ന് പറഞ്ഞാൽ മൂത്ത ചക്കയല്ല, ഇടിച്ചക്കയാണ്, ഇടിഞ്ചക്കയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിവിടെ കടന്ന് വേവട്ടെ. അപ്പോൾ അതാ ഒരു 35 മിനിറ്റ് കഴിഞ്ഞ ശേഷം കേട്ടോ തുറന്ന് നോക്കിയാൽ, അതിൻ്റെ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അതാ നമ്മുടെ ബീഫ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇടിച്ചക്കയാണ്, കണ്ടില്ല. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലിട്ട് വേവിച്ചെടുത്താണ്ടല്ലോ നമ്മുടെ ചക്ക ഏതാ ഇറച്ചി ഏതാ തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ. അത്രക്ക് ടേസ്റ്റാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പോ എരിവൊക്കെ നോക്കാം കേട്ടോ. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടോ, ചക്ക ഇറച്ചിയൊക്കെ. ഇത്ര വെള്ളം മതി കേട്ടോ. ഇനി വെള്ളം കറി ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വറുവിടാം, താളിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി കടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചില ആളുകൾ കടുകൊക്കെ ഇടും, ഞങ്ങൾ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. കൊച്ചുള്ളി ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലിട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ബീഫിൻ്റെ അതേ ടേസ്റ്റാണ്. അപ്പം ചക്ക കിട്ടുന്ന സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വെക്കാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബായ്.